ഈ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ഭയങ്കര പാടാണ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഏതൊരു വ്യക്തിയുടെ അടുത്ത് ചെന്നാലും 1000 സൗഹൃദങ്ങൾ അന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ. അപ്പോഴും കൂടെ കൂടെ സാബുച്ചേട്ടൻ്റെ ബന്ധങ്ങൾ കൂടിക്കൂടി വരിക. ഒരുപാട് ആളുകളുണ്ടെങ്കിലും പൈസയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ, അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്ന സെക്കൻഡറി, ബന്ധങ്ങൾക്കൊരു വാല്യൂ കൊടുത്തൊരു വ്യക്തിയാണ് സാബു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? കേട്ടത് വളരെ ശരിയാണ്. കാര്യം ബന്ധങ്ങൾ സൂക്ഷിക്കുകയല്ല, ബന്ധങ്ങൾ ഞങ്ങൾ തുടരുകയാണ്. ബന്ധങ്ങളുള്ള ആൾക്കാരും അവരുടെ ഫാമിലിയായിട്ടോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പോഴും അവർ എന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പേരുള്ള സാബുവായിട്ടല്ല അവർ കാണുന്നത്. അവരുടെ വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെ, അല്ലെങ്കിൽ സഹോദരനെ പോലെ, അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ട ഒരാളായിട്ട് തന്നെയാണ് മിക്കവാറും 90% എൻ്റെ സുഹൃത്തുക്കളും അവരുടെ ഫാമിലിയും കരുതുന്നത്. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളിലും, അവരുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഫംഗ്ഷൻ ആയാലും, അവരുടെ എന്തെങ്കിലും അതായത് ആശുപത്രി കാര്യങ്ങളോ, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ നല്ല കാര്യങ്ങളായാലും, എന്തെങ്കിലും പ്രയാസമുള്ള കാര്യങ്ങളായാലും, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളും നമ്മളൊരാളായിട്ടുള്ള പ്രസൻസ് എപ്പോഴും ഉണ്ടാവും. അത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ സഹകരിക്കുന്ന എല്ലാ വ്യക്തികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സാബുച്ചേട്ടൻ ഒന്ന് ചിന്തിക്കാം, പൈസയ്ക്ക് പൈസ തന്നെ വേണം. ഒരു പക്ഷേ ഈ പറയുന്ന ബന്ധങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൈസയെ മുൻഗണനയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കോടികൾ ഉണ്ടാക്കത്തില്ലായിരുന്നോ? തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിച്ചില്ല. അങ്ങനെ ചിന്തിച്ചെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബന്ധങ്ങൾ കാണൂലായിരുന്നു. ഞാനും ഏകദേശം ഒരു വിരലിലെണ്ണാവുന്ന കുറച്ചൊരു മാത്രം കാണും. ഇത്രയും ബന്ധങ്ങൾ കാണൂലായിരുന്നു, കാശിനെ മാത്രം അങ്ങനെ സ്നേഹിച്ചെങ്കിൽ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, നിരവധി സിനിമകളിലും സീരിയലുകളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഒരു പക്ഷേ ജനിക്കുമ്പോൾ ആരും ഗുണ്ടകളായി മാറുന്നില്ല, സാഹചര്യങ്ങൾ കൊണ്ട് മാറുന്നു. ആ ഒരു വ്യക്തി പിന്നീട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, ഒരു അഭിനയമോഹം തോന്നി തുടങ്ങിയത് എപ്പോഴായിരുന്നു? അഭിനയമോഹം അങ്ങനെ തോന്നിയിട്ടില്ല. തുടക്കത്തിൽ, ഇപ്പോഴുണ്ട്. തുടക്കത്തിൽ യാദൃശ്യമായിട്ട് അഭിനയത്തിലോട്ട് വന്നതാണ്. അതായത് എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഈ സീരിയൽ ഫീൽഡിലുണ്ടായിരുന്നു. എൻ്റെ കൂടെ പഠിച്ചവരും അല്ലാത്ത സുഹൃത്തുക്കളും സിനിമയിലും സീരിയലിലും. അപ്പോൾ ഇവരുടെയൊക്കെ നിത്യജീവിതത്തിലൊരു ഭാഗമാണ് ഞാനും. അങ്ങനെ അഖിലേഷ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടുണ്ട്, ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അഖിലേഷിൻ്റെ ഒരു സീരിയലിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടി അന്ന് അവർ ഉദ്ദേശിച്ചിരുന്ന ആൾ തലേദിവസം ഇവരുമായിട്ടൊന്ന് സംസാരിച്ച് ഒന്ന് തെറ്റിയപ്പം പുള്ളിക്കാരൻ നീ പടം ഇല്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ ചുമ്മാ തമാശക്ക് എൻ്റെ കൂടെ നീ ഒന്ന് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. ഞാനും അന്നത്തെ ഇതിൽ തലേദിവസം രാത്രിയുള്ള സംഭവമാണ്. ഞാൻ പറഞ്ഞു ശരി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. രാവിലെ ഇതിനു വേണ്ടി ആൾ വന്നപ്പോഴാണ് ഞാൻ യാഥാർത്ഥ്യം, ഞാൻ പറഞ്ഞിട്ട് ഇത് എവിടെ വെച്ചാണ്? ആ റോഡിലാണ്, മെഡിക്കൽ കോളേജിനടുത്തൊരു ഷോപ്പിൽ വെച്ചാണ് സംഭവം. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല, ഒന്നാമത് മൊത്തം ആൾക്കാർ കാണും, ഏതെങ്കിലും വീടിനകത്ത് വെച്ചുള്ളത് വല്ലതും ആണെങ്കിൽ നോക്കാം. എടാ നീ ഒരുമാതിരി അങ്ങനെ സംസാരിക്കലും, ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. മറ്റേ ആർട്ടിസ്റ്റ് വരാതിരുന്നപ്പോൾ ഞാൻ നീ ഉണ്ടെന്നുള്ള ഉറപ്പിൽ എല്ലാം സെറ്റ് ചെയ്തിരിക്കണം, നീ വന്നേ പറ്റുമോ തോന്നി. അങ്ങനെ പോയി ചെയ്ത ആദ്യത്തെ സീൻ തന്നെ നമുക്ക് അന്ന് പ്രധാനപ്പെട്ട ആൾക്കാരായിട്ടുള്ളവരൊക്കെ, അതായത് ബീന ആൻ്റണി, നമ്മളെ മമ്മൂക്കയുടെ അനിയൻ പുള്ളി, അവർ പിന്നെ സുധീറില്ലേ മറ്റേ ട്രാക്കുളസ് സുധീർ, ഞങ്ങൾ ഒക്കെ ആയിരുന്നു. അപ്പം കുഴപ്പമില്ലാതെ ചെയ്തു. ആദ്യം ഒരു അഭിനയ അനുഭവം എന്തുമായിരുന്നു? ഒരു എക്സ്പീരിയൻസ് ശരിക്കും ആദ്യമായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കണമെങ്കിൽ ഞാൻ നാടകങ്ങളിലും കോളേജിൽ ചെയ്തിട്ടുണ്ട്. കോളേജിൽ ക്യാമ്പസ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടായിരുന്നു. അതിൽ കോളേജ് ക്ലാസ്സിൽ ആക്റ്റീവ് അല്ലെങ്കിലും ഈ പുറത്ത് നമ്മൾ ഈ നാടക ഗ്രൂപ്പുമായിട്ട് കോളേജ് കാലം തൊട്ട് ഉണ്ട്. പിന്നെ എൻ്റെ അമ്മ ഒരു ആർട്ടിസ്റ്റായിരുന്നു, സ്റ്റേജ് ആർട്ടിസ്റ്റായിരുന്നു. അച്ഛനും ഒക്കെ. അച്ഛൻ പിന്നെ പോലീസിൽ ജോലി കിട്ടി, പിന്നെ അമ്മ ഇത് മതിയാക്കി. അപ്പോൾ അമ്മ ഇതിൽ നാട്ടിൽ തന്നെ മറ്റേ ക്ലബ്ബുകളുടെ പ്രോഗ്രാമൊക്കെ അതിൻ്റെയൊക്കെ റിഹേഴ്സൽ ചെയ്യുന്നതും, അല്ലെങ്കിൽ മറ്റുള്ളവർ വന്ന് റിഹേഴ്സൽ ചെയ്യുന്നതും ഞങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തുള്ള ഒരു ഷെഡുണ്ട്, നാടകങ്ങൾ റിഹേഴ്സൽ ചെയ്യാനും പാട്ട് കമ്പോസ് ചെയ്യാനൊക്കെ. അപ്പോൾ അവിടെയാണ് ഞങ്ങളിത് കണ്ടാണ് വളർന്നത്.